ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. തമിഴ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും നടൻ ധനുഷും തമ്മിൽ ഇപ്പോൾ ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് ആയിട്ട് ഇവർ തമ്മിലൊരു അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ നയൻതാരയുടെ കല്യാണത്തിൻ്റെ വീഡിയോ, ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ അവകാശം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ വീഡിയോ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു ട്രെയിലർ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിലറിൽ ധനുഷിൻ്റെ സിനിമയിലെ ഒരു ഭാഗം യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. 3 സെക്കൻഡ് വീഡിയോക്ക് 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധനുഷ് നയൻതാരക്ക് ഒരു കത്ത് അയച്ചിട്ടുള്ളത്. നയൻതാര ഇതിന് മറുപടിയായിട്ട് ഒരു 3 പേജുള്ള ഒരു കത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനൊരു മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ മറുപടി വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം പബ്ലിക് ആവുകയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവലം 3 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ഫുട്ടേജിന്, അതും നയൻതാരയുടെ ഫോണിൽ എടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഫുട്ടേജിന് 10 കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ എന്നുള്ളത് എല്ലാവർക്കും തോന്നിപ്പോവും. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഈഗോ ക്ലാഷിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാതെ അതിനൊരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഓൾറെഡി നയൻതാരയെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ധനുഷ് ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നയൻതാര തന്നെ 3 പേജുള്ള ഈ കത്തിലൂടെ നല്ല രീതിയിൽ ധനുഷിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ധനുഷ് പുറത്തുനിന്ന് ആരാധകർ കാണുന്ന ഒരാളെ അല്ല, ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആൾ, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആളാണെന്നൊക്കെയുള്ള രീതിയിൽ ധനുഷിനെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടാണ് നയൻതാര ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നയൻതാര ഈ കത്ത് തുടങ്ങുന്നത് തന്നെ മിസ്റ്റർ ധനുഷ് കെ രാജ, സൺ ഓഫ് കസ്തൂരി രാജ, ബ്രദർ ഓഫ് സെൽവരാഘവൻ രാജ എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതായത് ധനുഷിനെ കൃത്യമായിട്ട് പേര് പറയുന്നതോട് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറും, ഇവർ രണ്ടുപേരും ഡയറക്ടേഴ്സാണ്, അച്ഛനും ബ്രദറും ഡയറക്ടേഴ്സാണ്. അപ്പോൾ സിനിമയിലേക്ക് ധനുഷ് എത്തിയത് ഇവരുടെയൊക്കെ കെയർ ഓഫിലാണെന്നുള്ള ഒരു ട്രോൾ ആ രീതിയിലുണ്ട്. പക്ഷേ നയൻതാര ഞാൻ ഒറ്റക്ക് നേടി വന്നതാണെന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട് ഈ അഭിസംബോധനത്തിലൂടെ. ഒരു കാലത്ത് നയൻതാരയും ധനുഷും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം തുടങ്ങിയതെന്ന് വെച്ചാൽ, ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ്. ഈ സിനിമയിലെ നായികയായിരുന്നു നയൻതാര. ഈ സിനിമയുടെ ഡയറക്ടറായിരുന്നു വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി. ഈ വിഘ്നേഷാണ് നയൻതാരയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു ധനുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകുന്നത്. ഇവരുടെ ഈ റിലേഷൻഷിപ്പ് കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ധനുഷിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈ ഡേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സിനിമയുടെ പ്രൊഡക്ഷനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 കോടി to 8 കോടി ബഡ്ജറ്റ് പറഞ്ഞിരുന്ന ഈ സിനിമ ഏകദേശം 16 to 18 കോടിയോളം രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പ്രൊഡക്ഷൻ നീണ്ടുപോയതുകൊണ്ടൊക്കെയാണ് ധനുഷിന് ഈ നഷ്ടങ്ങളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ തൊട്ടിട്ട് ധനുഷും നയൻതാരയും തമ്മിലുള്ളൊരു പ്രശ്നം ഉടലെടുക്കുന്നുണ്ട്. ധനുഷ് പലതവണ ഈ സെറ്റിൽ തന്നെ നയൻതാരയുടെ അഭിനയം കൊള്ളൂല, മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ നയൻതാരയെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമ റിലീസായപ്പോൾ ഈ സിനിമ നല്ല രീതിയിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ധനുഷിനും ഈ സിനിമ കൊണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട്. നയൻതാരയുടെ കരിയറിലും നയൻതാരയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവാനുള്ള ഒരു റീസണും ഇതിലായിട്ടുണ്ട്. വിഘ്നേഷിനും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡിങ് കിട്ടിയ സിനിമ കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ധനുഷ് ഇതിൽ അഭിനയം കൊള്ളൂല എന്ന് പറഞ്ഞ നയൻതാരയ്ക്ക് ഈ സിനിമയുടെ പ്രകടനത്തിൽ ഫിലിം ഫെയർ അവാർഡ്, ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഫിലിം ഫെയർ അവാർഡും പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവാർഡ് ചടങ്ങ് തന്നെ നയൻതാര ധനുഷ് അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നൈസായിട്ട് ധനുഷിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം, ഒരു ഈഗോ ക്ലാഷ് അന്ന് മുതലേ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നയൻതാരയുടെ കല്യാണം നടക്കുന്നത്, പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വെഡ്ഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ വെഡ്ഡിങ്ങിന് എക്സ്ക്ലൂസീവായിട്ട് നെറ്റ്ഫ്ലിക്സിന് നയൻതാര വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു എമൗണ്ടിനാണ് ഇത് വിറ്റിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഷൂട്ടിങ്ങും വീഡിയോസും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവായിട്ട് നെറ്റ്ഫ്ലിക്സാണ് കവർ ചെയ്തത്. പക്ഷേ 2 വർഷമായിട്ടും ഇത് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ നയൻതാര പറയുന്നത് 2 വർഷമായിട്ട് ഇത് പുറത്തിറങ്ങാതിരിക്കാനുള്ള റീസൺ ധനുഷാണെന്നുള്ളതാണ്. കാരണം നയൻതാരയുടെ കരിയറിനെയും റിലേഷൻഷിപ്പിനെയും ബേസ് ചെയ്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് എക്സ്ക്ലൂസീവായിട്ട് ഈ ഡോക്യുമെൻ്ററി ഇറക്കുന്നത്. ഈ ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ ഗൗതം വാസുദേവ് മേനോനാണ്. അതായത് തമിഴിലെ തന്നെ വലിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഡയറക്ടറാണ് ഈ ഒരു കല്യാണ വീഡിയോ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നയൻതാരയുടെ ഈ പേഴ്സണൽ ലൈഫ് കവർ ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് ലൈഫ് കവർ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഞാനും റൗഡി എന്ന് പറയുന്ന ഈ സിനിമയുടെ സെറ്റാണ്. കാരണം അവിടെ വെച്ചിട്ടാണ് ഇവർ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിൽ ആഡ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷേ ധനുഷ് ഈ സിനിമയിലെ ഒരു രംഗങ്ങളോ പാട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഈ ഡോക്യുമെൻ്ററിക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നില്ല. 2 വർഷത്തോളം ധനുഷിൻ്റെ പുറകെ നടന്നിട്ടും ധനുഷ് അതിന് അനുവാദം തന്നില്ല എന്നുള്ളതാണ് നയൻതാര പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പല പ്രമുഖരെ കൊണ്ടും നയൻതാര ധനുഷുമായി സംസാരിച്ച് നോക്കി. പക്ഷേ ധനുഷ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ നയൻതാര എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ളതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ സെറ്റിൽ വെച്ചിട്ട് ഇവരന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഉണ്ടാവും. അവരുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത ഈ ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ട്രെയിലറിൽ ഇൻക്ലൂഡ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ധനുഷ് 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താൽ 10 കോടി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി എന്നുള്ള രീതിയിലാണ് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇവിടെ ധനുഷ് ഒരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ പരാതി കൊടുത്തിട്ടുണ്ടാവുക. നയൻതാരയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ധനുഷ് ഈ പരിപാടി ചെയ്തിട്ടുണ്ടാവുക. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അന്ന് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 10 കോടി രൂപയോളം ഇവർ കാരണം ധനുഷിന് എക്സ്ട്രാ നഷ്ടം വന്നിട്ടുണ്ട്. ആ പൈസ തിരിച്ചെത്താന്നുള്ള രീതിയിൽ നൈസായിട്ട് ധനുഷിന് കൊട്ടു കൊടുത്തതായിരിക്കും. അത് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ അതിന് ശേഷം പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെർബലായിട്ടുള്ള ഡയറക്റ്റ്ലി പറയാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈഗോ രണ്ടുപേരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ നീ എൻ്റെ സിനിമയത്തെ ക്ലിപ്പ് ഇട്ടിട്ട് നിൻ്റെ കല്യാണ വീഡിയോ ഇടണ്ടെന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ധനുഷിന് ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ നയൻതാര എന്ന് പറയുന്നത് ഇപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കല്യാണ വീഡിയോ അത്രയും കോടിക്കണക്കിന് രൂപക്കാണ് നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ധനുഷിൻ്റെ സിനിമയത്തെ ഭാഗം എടുത്തിടുമ്പോൾ ധനുഷിനും ഈ പൈസ ചോദിക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നയൻതാരയെ കോടിക്കണക്കിന് രൂപക്കാണ് നെറ്റ്ഫ്ലിക്സിന് കൊടുത്തത്, നെറ്റ്ഫ്ലിക്സിനെ പറ്റി ജീവിക്കുന്നു, ഈ പറ്റിച്ച് ജീവിക്കുന്നത് നയൻതാരയെ പറ്റിച്ചിട്ട് ധനുഷ് ജീവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള പല ആംഗിളിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ ധനുഷ് ഒരു റെസ്പോൺസോ കാര്യങ്ങളോ നൽകിയിട്ടില്ല. ഒരു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം പിന്നെ ഈ നയൻതാരയുടെ ഈ തുറന്ന കത്തിനോ അല്ലെങ്കിൽ ഈ നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചിട്ടോ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയായിട്ട് ഇതുവരെ ധനുഷ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത് നയൻതാരക്കെതിരെയാണ്. അപ്പോൾ നയൻതാരക്കെതിരെ ഓൾറെഡി പല ഡയറക്ടേഴ്സും പല സന്ദർഭത്തിൽ പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നയൻതാരനെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്, ഭയങ്കര എക്സ്പെൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ നയൻതാരക്ക് വലിയ രീതിയിലൊരു റെമ്യൂണറേഷൻ കൊടുക്കണം. അതും വീടിൻ്റെ അടുത്ത് തന്നെ സെറ്റുകളും കാര്യങ്ങളും വെക്കണം. ഇനി കുറച്ച് ദൂരെയാണ് സെറ്റും കാര്യങ്ങളും വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇരട്ടി പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ തന്നെ നയൻതാരക്ക് കുട്ടികളുള്ള സമയത്ത് നയൻതാരക്ക് കുട്ടികളെ നോക്കാനായിട്ട് 4-5 ആയമാർ കൂടെ വരും. ഇവരുടെ എക്സ്പെൻസ് കൂടെ ഈ പ്രൊഡ്യൂസേഴ്സ് കവർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള പല ആരോപണവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ നയൻതാരനെ സപ്പോർട്ട് ചെയ്തിട്ടും ധനുഷിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് ഇപ്പോൾ ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇത് പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കല്യാണ വീഡിയോ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഈ ക്ലിപ്പുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതോ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണോ അത് അപ്ലോഡ് ചെയ്തിരുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ